ഇനി പലരും പറയാറുണ്ട് കടമാണ് ഏറ്റവും കൂടുതൽ അവരെ പെടുത്തുന്നത്. പല രീതിയിലായി ഇപ്പോൾ വിവാഹത്തിനായിരുന്നാലും അതുപോലെ വാഹനത്തിനായിരുന്നാലും വീടിനായിരുന്നാലും പല രീതിയിൽ പല ആവശ്യങ്ങൾക്കായി കടമെടുക്കാറുണ്ട്. അത്യാവശ്യ മെഡിക്കൽ ആവശ്യങ്ങൾക്കായിരുന്നാൽ പോലും ഒക്കെ കടമെടുത്തായിരിക്കും തങ്ങളുടെ അപ്പോഴത്തെ കാര്യങ്ങൾ നിറവേറ്റുന്നത്. അപ്പോൾ ഈ കടം കുമിഞ്ഞുകൂടുന്നു, കടം കുറയുന്നില്ല, കൂടുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറയുന്നവർ കടത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം, എങ്ങനെ ആയിരിക്കണം കടം വീട്ടി തീർക്കേണ്ടത്? കടം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ട് കേൾക്കാറുണ്ട്. കടം ഇപ്പോൾ അധികമില്ലാത്തവരും കടം ഉള്ളവരും. അപ്പോൾ കടം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കടത്തിനെ ഫേസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ള ഫസ്റ്റത്തെ കാര്യം. കടത്തിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതും ഈ പറഞ്ഞ ബുക്കിൽ തന്നെ അടുത്ത പേജിൽ എഴുതാം, അല്ലെങ്കിൽ പുറകിൽ നിന്ന് എഴുതാം. ഈ പറഞ്ഞ ഫസ്റ്റ് തുടർന്ന് ബഡ്ജറ്റ്, അടുത്ത പുറകിൽ നിന്നുള്ളത് കട എഴുതാനായിട്ട്. കടത്തെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക. ഇപ്പൊ പല ആൾക്കാർക്കും കടത്തിന് എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് അറിയാൻ പറ്റില്ല, എത്ര EMI കൊടുക്കണമെന്ന് അറിയാൻ പറ്റും, അതും ചിലപ്പോൾ അറിയാൻ പറ്റില്ല, ഓട്ടോമാറ്റിക്കലി പോകണതിൻ്റെ പേര്. അപ്പൊ കൃത്യമായിട്ട് ആദ്യം കടത്തിന്റെ പേര് എഴുതി വയ്ക്കുക, എന്നിട്ട് കടത്തിന്റെ ഇൻട്രസ്റ്റ് എത്രയെന്ന് എഴുതി വയ്ക്കുക, എന്നിട്ട് ഇനി കടം എത്ര വീട്ടാനുണ്ടെന്ന് എഴുതി വയ്ക്കുക, എന്നിട്ട് അടുത്തത് EMI എഴുതി വയ്ക്കുക. EMI ഒരിക്കലും മുടക്കാൻ പാടില്ല. ആദ്യത്തെ കാര്യം, ഫസ്റ്റ് റൂള്, കടം ഒരിക്കലും EMI ഒരിക്കലും മുടക്കാൻ പാടില്ല. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് അതിനേക്കാളും കുറവ് റേറ്റ് നാട്ടിലുണ്ടെന്ന് നോക്കാം. ഇപ്പൊ നമ്മളിപ്പോ കടം വാങ്ങിക്കണത് ഇപ്പോൾ ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ NBFC എന്നാണെങ്കിൽ ഈ സെയിം കടം തന്നെ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിലാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറവുള്ളൂ. അതിലേക്ക് നമുക്ക് ടേക്ക് ഓവർ ഏൽപ്പിക്കാൻ പറ്റും നോക്കാം. എസ്പെഷ്യലി ഹോം ലോൺ ആണെങ്കിൽ പറ്റും. ഇപ്പൊ ചിലപ്പോൾ പേഴ്സണൽ ലോൺ എന്നൊക്കെ ചിലപ്പോൾ പറ്റില്ലായിരിക്കാം. എന്നിട്ട് ഇതിൽ നോക്കാം, ഇതിനേക്കാളും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കുറഞ്ഞ ലോൺ ഉണ്ടെന്ന് അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. എന്നിട്ട് നോക്കേണ്ട കാര്യം വെച്ചാൽ EMI എല്ലാ മാസവും കൃത്യമായിട്ട് അടയ്ക്കും, ഒരിക്കലും EMI മുടക്കരുത്. എന്നിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ കടം അത് ഏറ്റവും ആദ്യം വീട്ടാനായിട്ട് നോക്കുക. ഇപ്പൊ ക്രെഡിറ്റ് കാർഡിന്റെയൊക്കെ ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ മാസത്തിൽ 2% ഉള്ളത് പറയും. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും മാസത്തിൽ 2% 24% പെറാനം. ഇനി ഓൺലൈൻ കടങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മാസത്തിലായിരിക്കും അതിന്റെ ലോൺ കാൽക്കുലേറ്റ് ചെയ്യണത്. അത് ശരിക്കും പറഞ്ഞാൽ 36% അല്ലെങ്കിൽ 72% ആയിരിക്കും അതിന്റെ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പെട്ടെന്ന് അടച്ചു തീർക്കുക. ഒരിക്കലും ഒരു ലോണും നമ്മൾ ഒരു 10% കൂടുതലാണെങ്കിൽ എടുക്കരുത്. ഇത് മനസ്സിലാക്കി ഇനി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 10% കുറവുള്ളത് ഏറ്റവും ആദ്യം അടച്ചു വീട്ടാനായിട്ട് ശ്രമിക്കുക. ഇനി വീട്ടുന്ന സമയത്ത് ഏറ്റവും നോക്കേണ്ട കാര്യം വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഏറ്റവും കുറവ് ഏതാണ് അത് വീട്ടാം. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യമാണ്. ഒന്ന്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ളത് വീട്ടുമ്പോൾ അത്രയും കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് നാളെ തൊട്ട് കൊടുത്താൽ മതി. ഇനി ഏറ്റവും കുറഞ്ഞ ലോണ് മുഴുവനായിട്ട് വീട്ടുമ്പോൾ ഒരു ലോണ് കുറഞ്ഞു എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പൊ അടുത്ത ലോണ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് ഏത് ലോണാണോ ക്ലോസ് ചെയ്തത് അതിന്റെ EMI ഉണ്ടല്ലോ അതെടുത്ത് ഏറ്റവും അടുത്ത ലോൺ ഏതാണോ കുറഞ്ഞത് അതിൽ വീട്ടാനായിട്ട് നോക്കാം. ഞാൻ ഈ പറഞ്ഞതിൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഇത്. പക്ഷെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒന്ന്, ഒരു പേപ്പറിൽ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, ലോണിന്റെ പേര്, EMI നോക്കുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ EMI ഉള്ളതിനെ അറ്റാക്ക് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക. ഏതെങ്കിലും വ്യക്തികളെ നിന്നൊക്കെയാണ് ലോൺ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവരോട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഇടയിൽ ഒത്തിരി പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ആൾക്കാർ ലോൺ എടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ 1000 രൂപ വാങ്ങിയിട്ട് എന്താ പറയാ 1000 രൂപ ലോൺ എടുക്കും. പക്ഷെ അവർക്ക് കിട്ടുന്നത് 900 രൂപയ്ക്കായിരിക്കും. അപ്പൊ 100 രൂപയാണ് ഒരു ദിവസത്തേക്ക് പലിശ കൊടുക്കുന്നത്. പക്ഷെ ടു മച്ച്. അതൊക്കെ എപ്പോഴും ബാങ്കിങ് സ്ഥാപനങ്ങളായിട്ട് മാത്രം ഇടപെടാനായിട്ട് നോക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.